നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം കിട്ടുമോ എന്നുള്ള ഭയം കോൺഗ്രസ് ഹൈക്കമാൻഡിനും നന്നായുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും UDFിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള അവിശ്വാസവും മാറുന്ന ജാതി മത സാമുദായിക സമവാക്യങ്ങളും കോൺഗ്രസിൻ്റെ സാധ്യതകളെ വലിയ തോതിൽ ബാധിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാരും അത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് കാറ്റ് മാറി വീശുന്നത് കൃത്യമായി ബോധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഇപ്പോഴുള്ള ഈ പടലപ്പിണക്കങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് നൽകുന്നത്. CPMുമായും പിണറായി വിജയനായും ഏറ്റുമുട്ടുമ്പോൾ പിണറായി പോലുള്ള ശക്തനായ നേതാവ് അപ്പുറത്ത് നിൽക്കുമ്പോൾ തമ്മിൽ പോരടിച്ച് പടലപ്പിണക്കങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നത് വലിയ അപകടമാണ് വരുത്തി വയ്ക്കുക എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. പിണറായി വിജയനെ നേരിടാൻ തക്ക നേതാവ് കോൺഗ്രസിലോ UDFിലോ ഇല്ല എന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് കൂട്ടായ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കട്ടെ എന്ന് അവർ പ്രഖ്യാപിച്ചതും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യാതെ കോൺഗ്രസിലെ പ്രമുഖ സീനിയർ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കട്ടെ എന്നും അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാമെന്നുമുള്ള തലത്തിലേക്ക് ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം തന്നെ ഈ ഒരു ഭയം ഹൈക്കമാൻഡിനെ ഗ്രസിച്ചതായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് കേരളത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ കോൺഗ്രസിൻ്റെ നിലയെ വളരെ പരിതാപകരമാക്കി അത് മാറ്റുമെന്ന് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. കർണാടകയിലും തെലങ്കാനയിൽ ഇപ്പോഴും ഭരണമുണ്ടെങ്കിലും കേരളത്തിൽ കൂടെ ഭരണം ലഭിച്ചാൽ അത് ഉത്തരേന്ത്യയിലെ പാർട്ടിയുടെ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ മുന്നേറ്റത്തിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. എന്നാൽ കേരളത്തിലെ നേതാക്കൾ എന്തുകൊണ്ടാണ് തങ്ങൾ ഉൾക്കൊണ്ട യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തത് എന്ന രോഷവും ഹൈക്കമാൻഡിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ പടലപ്പിണക്കങ്ങളിൽ എല്ലാ നേതാക്കളും ഹൈക്കമാൻഡിനെ കണ്ട് പരാതി പറയട്ടെ, അല്ലെങ്കിൽ എല്ലാ നേതാക്കളോടും ഹൈക്കമാൻഡിനെ കണ്ട് തങ്ങൾക്കുള്ള പരാതിയും പരിഭവങ്ങളും അറിയിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. നേരത്തെ KC വേണുഗോപാൽ വഴിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിൽ എത്തിയിരുന്നതെങ്കിൽ ഇനി ഇവർക്ക് നേരിട്ട് തന്നെ ഹൈക്കമാൻഡിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും നേരിട്ട് കണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തങ്ങളുടെ പരിദേവനങ്ങൾ ഉയർത്തിക്കാൻ സാധിക്കും. നേരത്തെ ശശി തരൂർ പലപ്പോഴും കോൺഗ്രസിൻ്റെ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ശശി തരൂരിനെ ഇനി അങ്ങനെ മാറ്റി നിർത്തരുത് എന്ന നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വരുന്ന പരിപാടികളിലെല്ലാം, കഴിഞ്ഞ ദിവസത്തെ പരിപാടികളിലെല്ലാം ശശി തരൂർ വളരെ കാര്യമായി പങ്കെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. തരൂരിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മിഡിൽ ക്ലാസിൻ്റെ, മധ്യവർഗ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്നും അങ്ങനെ വന്നാൽ അധികാരത്തിൽ തിരിച്ചു വരാൻ അത് ബുദ്ധിമുട്ടാകുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കി. അതുകൊണ്ട് ഹൈക്കമാൻഡ് പറഞ്ഞ നിർദ്ദേശം, അല്ലെങ്കിൽ മുന്നോട്ട് വച്ച നിർദ്ദേശം തന്നെ ശശി തരൂരിനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ചെയ്യാമെന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴും ഹൈക്കമാൻഡിന് ഇപ്പോഴും ആ ഒരു ആശങ്ക വിട്ടുമാറിയിട്ടില്ല. കേരളത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും ഹൈക്കമാൻഡിനെ അടിമുടി ചൂഴ്ന്നു നിൽക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിച്ച് ഭരണം വരുമെന്നുള്ള ഉറപ്പൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്നുള്ള ഏജൻസികളുടെ സഹായത്തോടെ പല നിയോജക മണ്ഡലങ്ങളിലും ഹൈക്കമാൻഡ് സർവേ നടത്തിയതെന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതൃത്വം കൊടുക്കുന്ന റിപ്പോർട്ടുകളെ കണ്ണടച്ച് വിശ്വസിക്കാനും ഹൈക്കമാൻഡ് ഒരുങ്ങുന്നില്ല. കാരണം ഓരോരുത്തരും അവരവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഹൈക്കമാൻഡ് നൽകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പുറമേയുള്ള ഏജൻസികളുടെ റിപ്പോർട്ടിനെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടുതലായും ആശ്രയിക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ നല്ല ഭയമുണ്ട്. അടുത്ത തവണ ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഇത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾക്ക് ഇല്ല എന്നതും ഹൈക്കമാൻഡിനെ ചൊടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി യാതൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിയോജിപ്പിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാതെ, പുറത്തു പറയാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയേ മതിയാകുമെന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.